ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. നേരിൽ ഇദ്ദേഹം ഒരു കോ ആക്ടർ ആയിരുന്നു എൻ്റെ കൂടെ, അർഫാസ്ഖിന്റെ സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കഥയൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഞെട്ടിച്ച് കളഞ്ഞു. എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും ബോറടിച്ചില്ല. അത്ര എൻഗേജിങ് ആണ്. വളരെ കുറച്ച് ആർട്ടിസ്റ്റ് ഉള്ളൂ ഈ സിനിമയിൽ. ആകെ 3 ആർട്ടിസ്റ്റാണ് ലീഡായിട്ട് ചെയ്തേക്കണേ, ആസിഫ് അലിക്ക, അമല ചേച്ചി ആൻഡ് ഷറഫുദ്ദീനിക്ക. സോ അങ്ങനെ ഒരു സിനിമ ഇത്രയും എൻഗേജിംഗ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഡയറക്ടറിന്റെ മികവ് തന്നെയാണ്. അപ്പോൾ അർഫാസ്ക ട്രൂലി, ജിത്തു സാറിന്റെ വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹം. അത് ഈ സിനിമയോട് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹം അത് ട്രീറ്റ് ചെയ്തേക്കണേ. എസ്പെഷ്യലി ഹാറ്റ്സ് ഓഫ് ടു ദ സിനിമാറ്റോഗ്രാഫർ അപ്പു, അങ്ങനെ എന്തോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരിചയപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വർക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. മ്യൂസിക്കും ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. മേക്കപ്പും കോസ്റ്റ്യൂമും എല്ലാ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഏറ്റവും നല്ലൊരു വർക്കാണ് കാഴ്ചവെച്ചത്. എനിക്കൊന്നു തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ആണ്. നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും നല്ല വിഷ്വലുള്ള തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്കൊന്നും ആർക്കും നിരാശ വരുന്നില്ല. ഭയങ്കര ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. പടം അടിപൊളിയാണ്. പടം നമ്മൾ എന്തായാലും ഒരു സ്റ്റൈൽ കൊണ്ടുവരാൻ, ഡിഫറെൻറ്റ് സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ ഓരോ ഷോട്ട്സിൻ്റെ നല്ല ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഫ്രെയിംസിലെ ആർട്ടിസ്റ്റുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വിഷ്വലി ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. DOP അതുപോലെ തന്നെ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം എവറിത്തിങ് വാസ് സൂപ്പർ. എൻറ്റയർ സബ്ജക്റ്റ് ഈസ് വെരി ഗുഡ്. തിയേറ്റർ വിസിറ്റ് ചെയ്ത് കാണേണ്ട പടമാണ്. അടിപൊളിയാണ്. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കയുടെ അഭിനയം ഒരു എന്താ പറയുക, ഒരു നൈസായിട്ടുള്ള ഒരു സ്മൈലിംഗ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു എലിമെൻറ്റ്സ് ഈ ട്രാക്കിൽ കൂടെ പോയിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അമല പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും അടിപൊളി. ആകെ അധികം ആർട്ടിസ്റ്റ് ഇല്ല, 3 പേര് ഒക്കെ ഉള്ളൂ. പക്ഷേ ഒട്ടും നമ്മളെ ലാഗ് അടുപ്പിച്ചിട്ടില്ല. ബ്രില്യൻ്റ്ലി ഇത്. താങ്ക് യു. ആസിഫ് അലി എങ്ങനെ ഉണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സിനിമയിൽ?